ക്രിയേഷൻസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ താമര നടാൻ പോവാട്ടോ. അതിനായിട്ട് നമ്മൾ മണ്ണും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകവും കോഴിയുടെ വളവും അതുകൂടെയൊക്കെയാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഫസ്റ്റിലേ കല്ലൊക്കെ എടുത്ത് കളയുവാണേ. ഇനിയും അടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിൻ്റെ അകത്ത് മണ്ണ് കട്ടയൊക്കെ നല്ലപോലെ കളഞ്ഞ് കിട്ടണം കേട്ടോ. എന്നാലേ നമ്മുടെ ഇങ്ങനെ കല്ലൊക്കെ നല്ലപോലെ കിടക്കുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ താമരയുടെ വേരിങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോഴുണ്ടല്ലോ അത് ഇറങ്ങാൻ ഇച്ചിരി ടഫായിരിക്കും കേട്ടോ. അതൊക്കെ അടുത്ത് നമ്മൾ എടുക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നല്ലപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം അതിന് ആവശ്യത്തിന് അത്രയും ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി വാരി ഇടണ്ട ഒന്നും. ഒത്തിരി വളമായാലും കുഴപ്പമാണല്ലോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ എല്ലുപൊടി മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നല്ലപോലെ കൊടുക്കണം കേട്ടോ. എന്നാലേ അത് നല്ലപോലെ ഇത് കവറാകത്തുള്ളൂ. എന്നാലേ കല്ലും മണ്ണൊക്കെ മാറിക്കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല കട്ടയോടെ കിടക്കുന്ന ചാണകപ്പൊടിയാട്ടോ. നമ്മൾ ചാണകത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പച്ച കളറി വരുമല്ലേ. അതാണ് നമ്മൾ ചാണകത്തിൻ്റെ പൊടി എടുത്തേക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അതിനകത്ത് കല്ലും മണ്ണൊക്കെ നല്ലപോലെ മാറി കൊടുക്കുകയുള്ളൂ. അടുത്ത് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് അത്യാവശ്യം വലിയൊരു ബേസാണ് കേട്ടോ. ഇത് നമ്മുടെ മണ്ണാണ്. സാധാരണ മണ്ണ് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം മാത്രം ഇട്ടാൽ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ ചെളിയും ഇടുന്നുണ്ട്. അതായത് നമ്മൾ നല്ലപോലെ ഒന്നാക്കി കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. വളം മണ്ണ് മാത്രം കിടന്നാലും കുഴപ്പമാണ്. നമ്മളതെല്ലാം മാറ്റി കൊടുക്കുക. ഇതിനകത്തും കുറേ കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. ഓക്കെ, അതെല്ലാം നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ മണ്ണെല്ലാം മാറ്റട്ടെ കേട്ടോ. ഓക്കെ, ഇത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. എന്നാലേ അത് നല്ലപോലെ മണ്ണും ഒക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് നടുമ്പം കല്ലും മണ്ണും ഒക്കെ ഇറങ്ങും. നമ്മൾ മണ്ണും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും എന്ത് ചെയ്യാൻ മതി, നമ്മുടെ താമര നമ്മൾ നേരത്തെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി നമുക്ക് എടുത്ത് നട്ടാൽ മാത്രം മതി. കാരണം അതിനകത്ത് വേരൊക്കെ നല്ലപോലെ കിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി എടുത്ത് നട്ടാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, നമ്മളത് കണ്ടില്ലേ, നല്ലപോലെ വേര് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ചെടിയിലേക്ക് ഇനി നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാസത്തിനകം നല്ലപോലെ സ്ട്രെങ്ത് ആവും. അതിന് ആ ചെടിയിലൊക്കെ ഇതിനകത്ത് നമ്മൾ ചെളിയും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളല്ലാത്ത ചെളി. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൻ്റെ അപ്ലോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.